കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം നമ്മൾ 12-ാം അധ്യായത്തിൽ ആണ് തുടങ്ങിയത്. 6 ശ്ലോകം ചെയ്തു. അപ്പം അതിൽ സത്സംഗം കൊണ്ടാണ് അനവധി ആളുടെ പേര് പറഞ്ഞല്ലോ അല്ലേ. ഇവരൊക്കെ സത്സംഗം കൊണ്ടാണ് എൻ്റെ പദം പ്രാപിച്ചത് എന്ന് പറഞ്ഞു. നമ്മൾ ഇനി 7, അതായത് സത്സംഗത്തിൻ്റെ മഹത്വം കൊണ്ട് അത്ര ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന എല്ലാ ക്ലാസ്സുകളിലുള്ള ആൾക്കാർക്കും കിട്ടിയിട്ടും മൃഗങ്ങൾക്കും അല്ലേ, അതൊക്കെ സത്സംഗം കൊണ്ടാണെന്ന് പറയാണ്. നാധീത ശ്രുതിഗണ നോപാസിത മഹത്തമാ അവ്രത തപ്ത തപസ സത്സംഗാൻമുപാഗതാഹ. എന്താ പറയണേ അടുത്ത ശ്ലോകത്തിൽ 7? തേ അവർ, ഈ പറഞ്ഞവരൊക്കെ അധീത ശ്രുതിഗണാനം, അതായത് വേദങ്ങൾ അതീത ശ്രുതിഗണാൻ, അവർക്ക് ഈ പറഞ്ഞവരൊക്കെ മുമ്പ് പറഞ്ഞവരാരും വേദം പഠിച്ചവരൊന്നുമല്ല. ഉപാസിത മഹത്തരാഹ എന്ന വലിയ മഹാത്മാക്കളെ സേവിച്ചവരല്ല, അങ്ങനെ സേവിക്കാൻ അവസരം കിട്ടിയവരല്ല. അവ്രത തപ്ത തപസ, വലിയ വ്രതങ്ങൾ അനുഷ്ഠിക്കുകയെ ഭയങ്കര ഉഗ്രമായ തപസ് ചെയ്തില്ല അവർ. സത്സംഗ, അത് ഓൺലി സാധുജനങ്ങളുടെ സത്സംഗം കൊണ്ട് അല്ലേ. ഇപ്പം ശബരിയൊക്കെ അതല്ലേ. മാം ഉപാഗതാഹ, അവരൊക്കെ എന്നെ പ്രാപിച്ചത് സത്സംഗം കൊണ്ടാണ്. അതായത് പിന്നെ ഗോപികമാരെ പോലുള്ളവരൊക്കെ അല്ലെങ്കിൽ ആ വിപ്രപത്നിമാരെ പോലുള്ളതൊക്കെ സാധുസംഗം കൊണ്ട് മാത്രമാണ് എന്നെ പ്രാപിച്ചത്. ഈ പറഞ്ഞവരൊന്നും വേദാധ്യയനം ചെയ്തിട്ടോ, അതാണ് പ്രത്യേകം പറയണ ഭഗവാനെ. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും ഭക്തി മാത്രമേ വേണ്ടൂ, സത്സംഗേ വേണ്ടൂ എന്നാണ്. നോക്കൂ, അതാണ് ഭഗവാൻ പ്രത്യേകം അത് പറയാൻ കാരണം. പിന്നെ അവരൊന്നും വേദാധ്യയനം ചെയ്തിട്ടില്ല, വലിയ വേദജ്ഞന്മാരെ സേവിച്ചിട്ടില്ല, വ്രതങ്ങളോ ഭയങ്കര ഉഗ്രമായ തപസ്സോ കഠിന വ്രതങ്ങളോ അനുഷ്ഠിച്ചിട്ടില്ല. സത്സംഗം കൊണ്ട് മാത്രമാണ് അവരെന്നെ പ്രാപിച്ചത് എന്നാണ് ഇതിൽ പറഞ്ഞത്. ഇനി തേ നാധീത ശ്രുതിഗണ നോപാസിത മഹത്തമാഹ, മഹാത്മാക്കരെ ഉപാസിച്ചില്ല എന്ന്. വ്രതങ്ങൾ അനുഷ്ഠിച്ചിട്ടില്ല. തപ്ത തപസഹ, തപിക്കുന്ന തപസ് ചെയ്തിട്ടില്ല. സത്സംഗാൻമാം ഉപാഗതാഹ, സത്സംഗം കൊണ്ട് എന്നെ പ്രാപിച്ചവരാണ്. ഇനി 8ഉം 9ഉം വേണമെങ്കിൽ ഒന്നിച്ച് ചെയ്യാം. 8, 9 ഒന്നിച്ച് ചെയ്യാം കേട്ടോ. ഇനി അതായത് വൃത്രാസുരനൊക്കെ അതിന് മുമ്പ് തപസ്സൊക്കെ ചെയ്ത ആളാണ്. അങ്ങനെയുള്ളവരുണ്ടാവാം. എങ്കിലും ഗോപികമാരെ പോലുള്ളവരെ ഒന്നും നമുക്കറിയാലോ. ഗോപികമാരൊക്കെ ഒരു സാധാരണ സ്ത്രീകളായിരുന്നു. കേവലേന ഹി ഭാവേന ഗോപ്യോ ഗാവോ നഗ മൃഗാഹ യേന്യേ മൂഢധിയോ നാഗാഹ സിദ്ധ മാമിയുരഞ്ജസ. 9 യം ന യോഗേന സാഖ്യേന ദാനവ്രത തപോധ്വരൈഃ വ്യാഖ്യാസ്വാധ്യായ സന്യാസൈഃ പ്രാപ്നുയാദ്യത്നവാനപി. അത് രണ്ടും ഒന്നിച്ചാണ് നമുക്ക് ചെയ്യാം. ഗോപ്യ, ഗോപികമാരും, ഗാവ, പശുക്കളും, നഗ, അതായത് പിന്നെ ഈ വൃക്ഷങ്ങളെ, അതായത് മറ്റേ നളഗോപുരന് മണിഗരവനായി നിന്നിട്ടുള്ള വൃക്ഷങ്ങൾ, അവരെ പിന്നെ അന്യേ മൂഢധിയ, ജ്ഞാനമില്ലാത്ത ബാക്കി പ്രാണികൾ, അവരൊക്കെയും കേവലേന ഭാവേനഹി, ഈ സാധുസംഗം കൊണ്ടുണ്ടാകുന്ന എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്ന് മാത്രം സിദ്ധന്മാരായിത്തീർന്ന, അല്ലെങ്കിൽ എന്നെ പ്രാപിച്ച, യോഗേന, യോഗത്താലും, സാഖ്യത്താലും, ദാനവ്രത തപോധ്വരേഹി, അതായത് ദാനം കൊണ്ടും വ്രതം കൊണ്ടും തപസ്സുകൊണ്ടും ഇവയൊക്കെ കൊണ്ടും, സാധ്യായ, അതായത് ശാസ്ത്രങ്ങളെ വ്യാഖ്യാനം ചെയ്തോ അല്ലെങ്കിൽ ഉപദേശിച്ചു കൊടുത്തിട്ടോ, സാധ്യായം ചെയ്തിട്ടോ, അതായത് വേദാധ്യയനം ചെയ്തിട്ടോ, ശ്വാസൈഹി, സന്യസിച്ചിട്ടോ, യത്നവാനപി, പ്രയത്നം ചെയ്യുന്നവർ പോലും ഈ എന്നെ പ്രാപ്തയായി പ്രാപിക്കുവാൻ സാധിക്കുകയില്ലയോ. മാം, എന്നെ അഞ്ജസ, ഇവരൊക്കെ വളരെ എളുപ്പത്തിൽ പ്രാപിച്ചു. ബാക്കിയുള്ളതുകൊണ്ടൊന്നും പറ്റില്ല എന്നില്ല. പക്ഷേ
സത്സംഗം കൊണ്ട് സാധാരണക്കാർക്ക് പോലും പറ്റുന്നതാണ്. അതാണ് ഇതിൽ പറഞ്ഞത്. എന്താണ്, വ്രതങ്ങളോ തപസ്സോ അനുഷ്ഠിച്ചില്ലെങ്കിലും പറ്റുമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പ്രത്യേകം എടുത്തു പറയുകയാണ്, ഗോപികൾ, പശുക്കൾ, ഈ വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, അതുപോലെ തന്നെ അത് വലിയ ബുദ്ധി ഒന്നുമില്ലാത്ത നാഗങ്ങൾ, പാമ്പുകൾ, അവരൊക്കെ കേവലം ഭക്തി കൊണ്ട് മാത്രമാണ് അഞ്ജസ പറഞ്ഞു നിഷ്പ്രയാസം എന്നെ പ്രാപിച്ചത്. അതായത് യോഗം, സാഖ്യം, ദാനം, വ്രതം, തപസ്, യാഗം, ശാസ്ത്രങ്ങൾ പഠിക്കുക, പറഞ്ഞു കൊടുക്കുക, സ്വാധ്യായം ചെയ്യുക, സന്യാസം, ഇതൊക്കെ ചെയ്യുന്ന എത്ര യത്നിച്ചാലും അങ്ങനെ എന്നെ പ്രാപിക്കണവരുണ്ട്. പക്ഷേ അതൊക്കെ ഉപയോഗിച്ച് എന്നെ എത്ര യത്നിച്ചാലും എന്നെ പ്രാപിക്കാൻ അത്ര എളുപ്പമല്ല. അതാണ് ഭക്തി കൊണ്ടും സജ്ജന സംസർഗം കൊണ്ടുണ്ടാകുന്ന ഭക്തി മൂലം എന്നെ പ്രാപിക്കുന്ന അത്ര എളുപ്പമല്ല ഈ സാഖ്യയോഗം കൊണ്ടും സ്വാധ്യായം കൊണ്ടും ദാനം കൊണ്ടും വ്രതം കൊണ്ടും തപസ്സുകൊണ്ടും എന്നെ പ്രാപിക്കില്ല എന്ന് പറയുന്നില്ല. പക്ഷേ സജ്ജന സംസർഗം കൊണ്ട് ഭക്തി വർദ്ധിച്ച എന്നെ പ്രാപിക്കുന്ന അത്ര എളുപ്പമല്ല ബാക്കി ഒരു വഴികളും. അതാണ് ഈ 2 ശ്ലോകത്തിൽ പറഞ്ഞത് കേട്ടോ. കേവലേന ഹി ഭാവേന ഗോപ്യ ഗാവോ, അതാണ് ഈ ഗോപിമാരൊക്കെ നഗ മൃഗാഹ, പിന്നെ കാളിയൻ്റെ പത്നിമാർക്കൊക്കെ പ്രത്യക്ഷ ദർശനം കിട്ടിയല്ലോ. ഏന്യേ മൂഢധിയോ നാഗാഹ, പിന്നെ ബുദ്ധിയില്ലാത്ത അത്ര വലിയ ഇൻ്റലിജൻസ് ഒന്നും ഇല്ലാത്ത മൃഗങ്ങൾക്കൊക്കെ സിദ്ധ മാമിയൂർ അഞ്ജസ വേഗം ഇവർക്ക് കിട്ടി. പക്ഷേ ബാക്കി ഇവർക്കൊക്കെ കിട്ടില്ല എന്നല്ല, യോഗമൊക്കെ അനുഷ്ഠിക്കണവർക്ക്. പക്ഷേ ഇത്ര എളുപ്പമല്ല, കിട്ടുകയും ചെയ്യും, പക്ഷേ വളരെ സുദുർലഭമാണെന്ന് പറയാണ്. എന്ന യോഗേന സാഖ്യേന ദാനവ്രത തപോധ്വരൈഹി, അതായത് അധ്വരം യാഗങ്ങളൊക്കെ ചെയ്യുക, വേദം പഠിക്കുക, പഠിപ്പിക്കുക, സ്വാധ്യായം ചെയ്യുക, വ്യാഖ്യ സ്വാധ്യായ സന്യാസൈഹി, ഈവൻ സന്യാസം കൊണ്ട് പോലും പ്രാപിക്കണവരുണ്ട്. പക്ഷെ പ്രാപിക്കാൻ വിഷമാണ്, ഇത്ര എളുപ്പമല്ലാന്ന്. പ്രാപ്നുയാദ്യത്നവാനബി, യത്നിച്ചാലും. ഇനി 10ാമത്തെ ശ്ലോകം ചെയ്യാം നമുക്ക്. അതായത് ഗോപികമാരുടെ ആ അനന്യമായിട്ടുള്ള സ്നേഹവും ഭക്തിയാണ്, അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹവും ഭക്തിയാണ് ഇനി 4 ശ്ലോകം കൊണ്ട് പറയാൻ പോണത് കേട്ടോ. രാമേണ സാർദ്ധം മധുരാം പ്രണീതേ ശ്വാഫൽക്കിന മയ്യനുരക്തചിത്താഹ വിഗാഠഭാവേന നമേ വിയോഗ തീവ്രാധയോന്യം ദൃശുസുഖായ. എന്താ 10 പറഞ്ഞറിയോ? ശ്വാഫൽക്കൻ ആരാ? അക്രൂരനാണ്. ശ്വാഫൽക്കൻ്റെ മകനാണ് അക്രൂരൻ. ശ്വാഫൽക്കൻ എന്ന് പറഞ്ഞാൽ അക്രൂരനാൽ പിന്നെ രാമേണ സാർദ്ധം, ബലരാമനോട് കൂടി, മയി ഞാൻ, മധുരാം പ്രണീതേ, എന്നെ മധുരയ്ക്ക് കൊണ്ടുപോയില്ലോ, യാഗത്തിന് ക്ഷണിക്കുന്നുണ്ട് കംസൻ എന്ന് പറഞ്ഞിട്ട് അല്ലേ, ധനുര്യാഗത്തിന് പിന്നെ ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞ് അക്രൂരനെ അയച്ചിട്ട് ഞാനും ബലരാമനും കൂടി അക്രൂരൻ്റെ കൂടെ പോയില്ലേ, അതാണ് പറയണത്. വിഗാഠഭാവേന, അപ്പോൾ ആ സമയത്ത് എന്നിലുള്ള അത്യന്ത ഭക്തിയാൽ, സ്നേഹത്താൽ, പ്രേമം എന്നാണ്, അതായത് വിഗാഠഭാവേന എന്തൊന്നില്ലാത്ത സ്നേഹത്താൽ, അനുരക്ത ചിത്താഹ, അങ്ങേയറ്റം എന്നിൽ അനുരക്തമായിട്ടുള്ള മനസ്സോടുകൂടിയവരായിട്ട്, മേ വിയോഗ തീവ്രാധ, എൻ്റെ വിരഹം, തീവ്രമായിട്ടുള്ള ഒരു വിരഹം അവരനുഭവിച്ചു. അങ്ങേയറ്റം മനസ്സിന് വേദന ഉണ്ടായി അവർക്ക് എന്നെ പിരിഞ്ഞതിലേ. ആ എന്നെ പിരിഞ്ഞതിലുള്ള കഠിനമായ വേദനയോടെ അന്യം എന്നെ വിട്ട് വേറൊരാളെ സുഖത്തിന് കാരണമായി ദൃശു കണ്ടില്ല. പാവം, അത് നമുക്കറിയാലോ ആ കഥ അല്ലേ. ഭഗവാൻ വന്നു കൊണ്ടുപോയപ്പോഴേ അതാണ് ഇതിൽ പറയണത് കേട്ടോ. അക്രൂരൻ വന്ന് ഞാനും ബലരാമനും കൂടി മധുരയ്ക്ക് പോയപ്പോൾ എന്നിൽ അതിയായ സ്നേഹമുള്ള ഗോപികൾ ആ തീവ്രമായിട്ടുള്ള ആ വിരഹ ദുഃഖം കൊണ്ട് നീറി അവർ ഈ ലോകത്തിൽ ഞാനല്ലാതെ അവർക്ക് സുഖം നൽകാൻ ഒരാളുണ്ട് എന്ന് അവർക്ക് ഒരിക്കലും തോന്നിയില്ല. അവർക്ക് വേറെ എന്തുകൊണ്ടും എന്നെ വിരഹം കൊണ്ട് അവർ സദാ എന്നെ സ്മരിക്കുകയായിരുന്നു.
അവർക്ക് ആ സ്നേഹം കൊണ്ട് ഞാനല്ലാതെ അവർക്ക് സുഖം തരാൻ വേറൊരാൾക്ക് സാധിക്കില്ല എന്ന് അത്ര ബോധ്യമുള്ളതുകൊണ്ട് അതികഠിനമായിട്ടുള്ള വിരഹദുഃഖം കൊണ്ട് ഇരിക്കണ അവർ വേറെ ഒന്നിലും സുഖം കണ്ടില്ല എന്നാണ് പറഞ്ഞത്. രാമേണ സാർദ്ധം മധുരാം പ്രണീതേ സ്വാഭൽക്കിന മൈ അനുരക്ത ചിത്താഹ, എന്നിൽ അങ്ങേയറ്റം മനസ്സുറപ്പിച്ചവരാണ്. വിഗാഠഭാവേന നമേ വിയോഗ തീവ്രാധയോന്യം ദദൃശു സുഖായ, മറ്റൊന്നിലും അവർ സുഖം കാണാൻ അവർക്ക് സാധിച്ചില്ല. അവരുടെ ആ ഒരു ദുഃഖത്തിൻ്റെ തീവ്രതയാണ് ഇനി പറയണത്. താസ്താഹ ക്ഷപാഹ പ്രേഷ്ഠതമേന നീതാ മയൈവ വൃന്ദാവന ഗോചരേണ ക്ഷണാർത്ഥവത്താഹ പുനരംഗ താസാം ഹീനാമയ കൽപ്പസമാ ബഭൂവു. 11 എന്താ പറഞ്ഞത്? ഹേ ഉദ്ധവ, അംഗ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. വൃന്ദാവന ഗോചരേണ, വൃന്ദാവനത്തിലിരുന്ന പ്രേഷ്ഠതമേന, വളരെ പ്രിയനായിട്ടുള്ള മയായേവ, എന്നോടുകൂടി താഹ ക്ഷപാഹ, ആ ഉത്തമമായ രാത്രികൾ ക്ഷണർത്ഥേവത്, അരക്ഷണം പോലെ അല്ല അതല്ല എന്താണ്, ക്ഷണാർത്ഥവത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അരനിമിഷം പോലെ നീതാഹ കഴിഞ്ഞുപോയ താഹ പുനഃ, ആ രാത്രികൾ തന്നെ വീണ്ടും മയാഹീന ഞാനില്ലാതെ താസ അവർക്ക് കൽപ്പസമാബഭൂവു, അതായത് ഓരോ നിമിഷവും ഒരു കൽപ്പത്തിൻ്റെ അത്ര വലുതായിട്ട് തോന്നിയെന്ന്. അതാണ് ഭഗവാനുള്ള സമയത്ത് അവർ സമയം പോയത് അറിഞ്ഞില്ല. ഭഗവാന്റെ വിരഹത്തിൽ അവർക്ക് ഓരോ നിമിഷവും ഒരു കൽപ്പം പോലെ തോന്നി, അത്ര നീണ്ടതായിട്ട് തോന്നിയെന്ന്. അതാണ് പറയുന്നത്. അതായത് എന്താ അറിയോ, ഈ വൃന്ദാവനത്തിന് ഞാൻ ഉള്ള സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഒരുമിച്ച് കഴിച്ച രാത്രികളൊക്കെ അവർക്ക് ഒരു അരനിമിഷം പോലെ തോന്നിയുള്ളൂ. അരനിമിഷം പോലെ ഇങ്ങോട്ട് കഴിഞ്ഞു ആ സമയം. ഇപ്പോൾ എന്നെ പിരിഞ്ഞിട്ട് കഴിഞ്ഞിരിക്കുന്ന ഈ രാത്രികളൊക്കെ അവർക്ക്, അന്നത്തെ രാത്രികൾ, എൻ്റെ സാന്നിധ്യമുള്ള രാത്രികളൊക്കെ അവർക്ക് ഒരു അരനിമിഷം കഴിഞ്ഞതുപോലെ തോന്നിയുള്ളൂ. അത്ര സന്തോഷത്തിൽ ഭഗവാന്റെ സാന്നിധ്യത്തിൽ അവർക്ക് ഓരോ രാത്രിയും അരനിമിഷം പോലെ തോന്നിയുള്ളൂ. പക്ഷെ ഇപ്പോഴോ എൻ്റെ അസാന്നിധ്യത്തിൽ, എൻ്റെ വിരഹത്തിൽ ഈ ഗോപികൾക്ക് എന്നെ പിരിഞ്ഞപ്പോൾ ആ അതേ രാത്രികൾ തന്നെ ഇവർക്ക് കൽപ്പകാലം പോലെ നീളമുള്ളതായിട്ട് തോന്നണമെന്ന്. അത്ര ദുഃഖമുണ്ട് അവർക്ക്. പിന്നെ താസ്താഹ ക്ഷപാഹ, രാത്രികളെ പ്രേഷ്ഠതമേന നീതാമയൈവ വൃന്ദാവന ഗോചരേണ. അപ്പം ക്ഷണാർത്ഥവത്താഹ, ഒരു ക്ഷണം പോലെ, ക്ഷണാർത്ഥം അർത്ഥം എന്നാണ്, അരക്ഷണം പോലെ അവർക്ക് തോന്നിയിരുന്നുള്ളൂ ഓരോ രാത്രിയും. ഇപ്പോഴോ പുനരംഗതാസാം ഹീന മയ, ഞാനില്ലാതെ, മയാഹീന, ഞാനില്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് അവർക്ക് തോന്നണത് ഓരോ രാത്രിയും കൽപ്പസമാബഭൂവു, കൽപ്പങ്ങൾ പോലെ ദീർഘമായിട്ട് അവർക്ക് അനുഭവപ്പെടണമെന്ന്. ഇനി അവർ എന്നെ തന്നെ സ്മരിച്ചിട്ട് അവർ ചിലപ്പോൾ സമാധിനെ പ്രാപിക്കുന്നുണ്ട്. എപ്പോഴും എന്നെ മിസ് ചെയ്തിട്ട് എന്നെ തന്നെ വിചാരിച്ചിട്ട് അവർ ശരിക്കും ഈ പുറം ലോകത്തിനെയൊക്കെ മറന്ന് സമാധിയിലിരിക്കണ പോലെ ചെയ്യുന്നുണ്ട്. അതാണ് പറഞ്ഞത് ഇതിൽ പറയണത്. നാവിദൻ മൈ അനുഷംഗബദ്ധ ധിയ സ്വമാത്മാനമതസ്തഥേദം യഥാ സമാധൗ മുനയോബ്ധിതോയേ നദ്യപ്രവിഷ്ട ഇവ നാമരൂപേ. എന്താണ് 12 പറഞ്ഞ വെച്ചാൽ, മയി, എന്നിൽ, അനുഷംഗ, അതെ എന്നിൽ അനുഷംഗ എന്നല്ലേ, അതെ, അനുഷംഗബദ്ധാധിയ, അതായത് സ്നേഹം കൊണ്ട് ബന്ധിക്കപ്പെട്ട, സ്നേഹം കൊണ്ട് ശരിക്കും മുറുക്കി വരിഞ്ഞ ആ മനസ്സോടുകൂടിയ ആ ഗോപികമാർ, മുനിമാര്, മഹർഷിമാര്, സമാധിയിൽ നാമരൂപേ യഥ, നാമരൂപങ്ങളെ എപ്രകാരം, അതായത് പുറത്തുള്ള ലോകത്തിനെ അറിയാത്തൊരവസ്ഥയിൽ മഹർഷിമാരിയ്ക്കണ പോലെ എന്നിൽ ഉറച്ച മനസ്സോടുകൂടിയ ആ ഗോപികൾ മഹർഷിമാർ സമാധിയിലിരിക്കണ പോലെ, പുറം ലോകത്തിനെ ഒന്നും അറിയാതെ, അല്ലേ, ഒബ്ലീവിയസ് ഓഫ് എവരിത്തിങ് ഇരിക്കുന്ന പോലെ ആത്മാനം അദഹ, അതായത് ഈ ദേഹത്തെയും
ദൂരത്തിലിരിക്കുന്നതിനെയും ഞാൻ അകലെയാന്ന് പോലും മറക്കണ്ട അവർ. അതായത് അതുമാത്രമല്ല, അവർ ഇഹലോകത്തിനെയും പരലോകത്തിനെയും മറന്നുകൊണ്ട് ഇതം അരുകിലിരിക്കുന്നതിനെയും അവിതൻ. ഈ ലോകത്തിൽ അവരടുത്ത് തന്നെ ഇരിക്കണം, ഒന്നിനെയും കാണുന്നില്ല. അവർ ഇഹലോകത്തിനെയും പരലോകത്തിനെയും മറന്നു എന്ന് മാത്രമല്ല, അടുത്തിരിക്കണത് പോലും അവിതൻ അറിയണില്ല. അബ്ധിതോയെ സമുദ്രജലത്തിൽ നദ്യ ഇവ, നദികൾ സമുദ്രജലത്തിൽ ചെന്ന് അങ്ങോട്ട് ചേർന്നാൽ പ്രവിഷ്ട എന്നോട് ഐക്യമായി ഭവിച്ചു. എന്താണെന്നതിൽ പറഞ്ഞു വെച്ചാൽ വളരെ നല്ലൊരു ഉപമ പറഞ്ഞു. എന്താ അറിയോ, സമുദ്രം, എല്ലാ സമുദ്രങ്ങളുടെയും ലക്ഷ്യം, എല്ലാ നദികളുടെയും ലക്ഷ്യം സമുദ്രമാണല്ലോ. നദികളെല്ലാം ഒഴുകി 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 അവസാനം സമുദ്രത്തിൽ ചേരും ആ വെള്ളം. അപ്പോൾ സമുദ്രത്തിൽ ചേർന്ന നദികളുടെ ലക്ഷ്യം സമുദ്രമായിരുന്നു. സമുദ്രത്തിൽ ചേർന്നാൽ പിന്നെ നദി വേർതിരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അവരങ്ങനെ തന്നെ നദികൾ സമുദ്രത്തിൽ ചെന്നാണ് ചേർന്ന് സമുദ്രമായി മാറുകയാണ്. അതുപോലെയാണ് ഗോപികൾ. എന്താ, പ്രേമം കൊണ്ട് വരിഞ്ഞു മുറുക്കിയ മനസ്സോടുകൂടി ആ ഗോപികമാർ മുനിമാർ സമാധിയിലിരിക്കണ പോലെ ഇഹലോകവും പരലോകവും എന്തിനു പോകുക, അടുത്തിരിക്കണ കാര്യങ്ങൾ പോലും അറിയാതെ എന്നിൽ തന്നെ ലയിച്ചു പോയി അവരെന്ന സമാധിയിൽ. അതായത് എന്നോട് ഐക്യം അവർക്കുണ്ടായി, പരമാത്മ ഐക്യം അവർക്ക് സാധിച്ചു. എന്തുകൊണ്ടാണ്? അത്ര എന്നെ തന്നെ സ്മരിച്ച് 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 നദികൾ സമുദ്രത്തിനെ ലക്ഷ്യമാക്കി വന്ന് സമുദ്രത്തിൽ വരുമ്പോൾ അവർക്ക് എന്തൊരു നിർവൃതിയാണ് അല്ലേ, സമുദ്രമായി തന്നെ തീരുന്ന പോലെ ഇവർ എന്നെ സ്മരിച്ച് 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 സമാധിയിൽ എന്നെ പ്രാപിച്ചു എന്ന്. അത്ര അവർക്ക് അത്ര ഭഗവാനെ വിട്ടു പിരിഞ്ഞിട്ടുള്ള ദുഃഖം ഭഗവാനെ അല്ലാതെ വേറൊന്നും അവർ, അതാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ എന്നിൽ അങ്ങേയറ്റം ആസക്തചിത്തരായിട്ടുള്ള ആ ഗോപികൾ സമാധിയിൽ ലയിച്ച മുനിമാരെ പോലെ, അല്ലെങ്കിൽ ഏതുപോലെ, സമുദ്രത്തിൽ ലയിച്ച നദി പോലെ നാല് പുറമുള്ള എല്ലാറ്റിനെയും മറന്ന് തങ്ങളുടെ ശരീരത്തിനെ പോലും മറന്ന് സമാധിയെ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ എന്നിൽ അവർക്ക് ലയിക്കാൻ സാധിച്ചു ഭക്തി കൊണ്ട് മാത്രം. അത് നമുക്കറിയാലോ, ഭക്തി മാത്രമേ അവർക്ക് കയ്യിലുള്ളൂ. താ നാവിദൻ മയ്യ അനുഷംഗബദ്ധധിയ സ്വമാത്മാനമതസ്തഥേദം യഥാസമാധൗ മുനയോബ്ധിതോ യേ നദ്യപ്രവിഷ്ട ഇവ നാമരൂപേ. 13 മത്കാമാരമണം ജാരമസ്വരൂപവിദോബലാഹ ബ്രഹ്മമാം പരമം പ്രാപുഹു സങ്കച്ഛേദസഹസ്രശഃ. എന്താ 13 പറയണ വെച്ചാൽ ശതസഹസ്രശഃ, ആയിരക്കണക്കിന് അബലാഹ സ്ത്രീകൾ, ആയിരക്കണക്കിനല്ലേ, 16,000 മത് കാമ എന്നെ ആഗ്രഹിക്കുന്നവരായിട്ട്, ഈ അവിടെയുള്ള എല്ലാ ഗോപികമാരും എന്നെ ആഗ്രഹിക്കുന്നവരായിട്ട് 10,000 സ്ത്രീകൾ. അസ്വരൂപവിദ എൻ്റെ സ്വരൂപം അതായത് എൻ്റെ മാഹാത്മ്യവും ഞാൻ പരബ്രഹ്മാണെന്ന് അറിയാത്തവരായിട്ടും, അവർക്കറിയില്ല ഞാൻ പരബ്രഹ്മം തന്നെ കൃഷ്ണനായിട്ട് അവതരിച്ചാവൊന്നും അവർക്കറിയില്ല. അതായത് ഭഗവാന്റെ മാഹാത്മ്യമൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. അസ്വരൂപവിദ എൻ്റെ സ്വരൂപം അറിയാത്തവരായിട്ട് പോലും സത്സംഗം കൊണ്ട് രമണം ജാരം സുഖം നൽകുന്ന ഒരു ജാരൻ, എന്തോ കാരണം കൊണ്ട് എനിക്ക് ഈ കൃഷ്ണൻ എനിക്ക് ഒരിക്കലും കിട്ടാത്ത സുഖം തരുന്നു ഉള്ള അവർക്ക് ഭർത്താക്കന്മാരൊക്കെ ഉള്ളവരെ, അവരും ഒരു ജാരൻ പോലെ, ഏതോ ഒരു കൃഷ്ണൻ, ഒരു കുട്ടിയാണ് കൃഷ്ണൻ, എനിക്ക് ആരും തരാത്തൊരു സുഖം തരുന്ന ഒരു ജാരനെ പോലെ എന്നെ സ്നേഹിച്ചിട്ടും പരബ്രഹ്മസ്വരൂപിയായ മാം പ്രാപു. എന്താ പറയണ ഭഗവാൻ വെച്ചാൽ, ഭഗവാന്റെ മാഹാത്മ്യം അറിഞ്ഞില്ലെങ്കിലും ഭഗവാനെ സദാ സ്മരിച്ച് ഭഗവാനെ എപ്പോഴും സ്നേഹിക്കുക മാത്രമേ വേണ്ടൂ. അവർക്കൊന്നും അറിയില്ല, അതാണതിൽ പറയണത്. നമ്മളോട് പറയാൻ കേട്ടോ ഭഗവാൻ. ശരിക്ക് ആരോട് നിങ്ങൾക്ക് അറിവൊന്നും ഇല്ലെങ്കിലും വിഷമിക്കേണ്ട, എന്നെ സ്നേഹിച്ച മാത്രം മതി എന്ന് പറയണം നമ്മളോടേ. എന്താ പറഞ്ഞ വെച്ചാൽ, എൻ്റെ സ്വരൂപത്തെ ഒന്നും അറിയില്ല, എൻ്റെ മാഹാത്മ്യത്തെ ഒന്നും അറിയാത്ത ഈ സാധാരണക്കാരായിട്ടുള്ള ഗോപികമാർ പരബ്രഹ്മസ്വരൂപനായ എന്നെ അവരുടെ ജാരൻ, ഇല്ലീഗൽ റിലേഷൻഷിപ്പിനാണ്
ജാരൻ എന്ന് പറയുക. അതായത് ഭർത്താക്കന്മാരൊക്കെ ഉണ്ട്, എന്നിട്ട് രാത്രി ഇതിനൊക്കെ പോയില്ലോ. പക്ഷെ 11 വയസ്സാണ് നമ്മൾ ഓർമ്മിക്കണം, അല്ലെങ്കിൽ 10 വയസ്സൊക്കെ കേട്ടോ. അപ്പോൾ അവർ ഒരു ജാരനെ പോലെ എന്നെ സ്നേഹിച്ച, എൻ്റെ മാഹാത്മ്യമൊന്നും അറിയാണ്ട് ഒരു ജാരനെന്ന് കരുതിയിട്ട് പോലും എന്നോട് ഐക്യം അവർക്കുണ്ടായി. അതായത് ഇതുപോലെയാണ് സത്സംഗം കൊണ്ട് അനവധി ആളുകൾ എന്നെ പ്രാപിച്ചിട്ടുണ്ടെന്ന് ഇനി അടുത്ത 2 ശ്ലോകത്തിൽ പറയും. അതായത് ഇവർക്ക് ഞാൻ ആരാന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല, എന്നെ അനന്യമായിട്ട് ഒരു ജാരനെ പോലെ അതെന്തോ അവർക്ക് തോന്നി. ഈ കൃഷ്ണൻ ഞങ്ങൾക്ക് തരുന്ന സുഖം വേറെ ആരും തരുന്നില്ല, ഈ കൃഷ്ണൻ മാത്രമേ ഞങ്ങൾക്ക് പരമാനന്ദം നൽകുന്നുള്ളൂ എന്ന് മനസ്സിലായിട്ട് കൃഷ്ണനെ സർവാത്മന അൺകണ്ടീഷണലായിട്ട് സ്നേഹിച്ചു. അവർ അറിഞ്ഞിട്ടൊന്നുമല്ല, എന്നിട്ടും അവർ എന്നെ പ്രാപിച്ചു. ഒരു ജാരനെ പോലെ സ്നേഹിച്ചിട്ടും എന്നെ പ്രാപിച്ചു എന്നാണ് 13 പറഞ്ഞ. ഇനി 14, 15 ഒന്നിച്ച് ചെയ്യാം നമുക്ക്. മത്കാമാരമണം ജാരമസ്വരൂപ വിദോ ബലാഹ. എൻ്റെ സ്വസ്വരൂപം അറിയില്ല, പരബ്രഹ്മം തന്നെയാണെന്ന് ഞാനൊന്നും അറിയില്ല. ബ്രഹ്മമാം പരമം പ്രാപുഹു, എന്നിട്ടും എന്നെ പ്രാപിച്ചു. സംഘാച്ഛതസഹസ്രശഃ, സത്സംഗം കൊണ്ട് മാത്രമാണ് അവരെന്നെ പ്രാപിച്ചത്. 14, 15 തസ്മാത്വമുദ്ധവോത്സൃജ്യ ചോദനാം പ്രതിചോദനാം പ്രവൃത്തം ന നിവൃത്തം ച ശ്രോതവ്യം ശ്രുതമേവ ച മാമേകമേവ ശരണമാത്മാനം സർവദേഹിനാം യാഹി സർവാത്മഭാവേന മയാസ്യാ ഹ്യകുതോ ഭയഃ. ഈ ഉണ്ട് ഭഗവാൻ തൽക്കാലം പറയണത് കഴിഞ്ഞ് ഇനി ഉദ്ധവം പറയിട്ടു അത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് 14, 15 അർത്ഥം നോക്കാം. ഉദ്ധവ തസ്മാത്, അതായത് എന്നെ ഭജിക്കുന്നത് കൊണ്ട് ത്വം അല്ലേ, അതെ ത്വം അങ്ങ് ചോദനാം, ചോദനം ചമ്പുള്ള വിധിയെയും പ്രതിചോദനാം വിധി നിഷേധത്തിനെയും വിധിച്ചതിനേനും വിധിക്ക് നിഷേധമായതിനേതിനും പ്രവൃത്തം ച, അതായത് വിധിച്ച പോലെയൊക്കെ ചെയ്യുക, അതായത് വിഹിത കർമ്മങ്ങൾ. പ്രതിചോദനം എന്ന് പറഞ്ഞാൽ അവിഹിതം, അതായത് വിധിക്ക് നിഷേധമായിട്ടുള്ളത്. പ്രവൃത്തം അതായത് ഗൃഹസ്ഥധർമ്മത്തിനെയും നിവൃത്തം ച സന്യാസി ധർമ്മത്തിനെയും. പ്രവൃത്തി മാർഗം എന്താ? നമ്മുടെ ഈ ഭൗതിക മാർഗം. നിവൃത്തി മാർഗം എന്താ? മോക്ഷത്തിലേക്കുള്ള മാർഗം അല്ലേ, അതായത് സന്യാസിയൊക്കെ ആവണതാണ് നിവൃത്തി മാർഗം. ശ്രുതം ച കേട്ടതിനെയും ശ്രോതവ്യം ഏവ കേൾക്കേണ്ടവയെയും ഉത്സൃജ്യ വിട്ടൊഴിഞ്ഞ് സർവദേഹിനാം സകല പ്രാണികൾക്കും ആത്മാനം ആത്മാവായിട്ടിരിക്കുന്ന ഏകം എന്നെ, സർവാന്തര്യമേട്ടുള്ള എന്നെ, മാം ഏവ എന്നെ തന്നെ, സർവാത്മഭാവേന എല്ലാറ്റിലും കാണുന്ന ആത്മാവായിട്ട് കണ്ടിട്ട് സർവാത്മഭാവത്തോടെ ശരണം യാഹി ശരണം പ്രാപിക്കൂ. ഈ ഗോപികമാരെ പോലെ എന്നെ ശരണം പ്രാപിക്കൂ എന്ന് പറയുക. അകുതോ ഭയഃ സ്യാഹ, എന്താണ്? ഭയം വേണ്ടാന്ന്. സ്യ അകുതോ ഭയഃ, നീ എവിടെയും ഭയമില്ലാത്തവനായി ഭവിക്കും എന്നെ ശരണം പ്രാപിച്ചാൽ. അതാണ് അവൻ ഭഗവാനെ ശരണം പ്രാപിച്ചാലേ നമുക്ക് സർവാത്മന ഭഗവാനെ ശരണം പ്രാപിച്ചാലല്ലാണ്ട് നമുക്ക് ഭയനിവൃത്തിയില്ല. ആർക്കാണ് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നാണ് പറയണത്. അതുകൊണ്ട് ഉദ്ധവ, നീയ് ഈ വിധിച്ചിട്ടുള്ള കർമ്മങ്ങളെയും നിഷേധിച്ച കർമ്മങ്ങളെയും ഈ പ്രവൃത്തി കർമ്മങ്ങളെയും നിവൃത്തി കർമ്മങ്ങളെയും കേട്ടതും കേൾക്കാനുള്ളതും എല്ലാം വിട്ടിട്ട് സർവധർമാൻ പരിത്യജ്യ തന്നെയാണ് അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയണത് കേട്ടോ. നോക്കൂ അല്ലേ, വിധിപ്രകാരമുള്ള കർമ്മങ്ങളെയും വിധിക്കെതിരായിട്ടുള്ള നിഷിദ്ധ കർമ്മങ്ങളെയും പ്രവൃത്തി കർമ്മങ്ങളെയും, അതായത് ഭൗതികമായിട്ടുള്ള ലോകത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെയും നിവൃത്തി സന്യാസം പോലുള്ളതിനെയും അതും വിട്ടോളൂന്ന്. കേൾക്കാൻ ഏതാണ്? കേട്ടതും ഇതുവരെ കേട്ടതും കേൾക്കാൻ ഉള്ളതും ഒക്കെ വിട്ടിട്ട്, എന്താ എല്ലാത്തിനെയും വിട്ടിട്ട് സർവാന്തര്യാമിയും ഏകനും ആയ എന്നെ സർവാത്മനാ ശരണം പ്രാപിക്കൂ. എന്നാൽ നിനക്ക് പിന്നെ ഒരു ഭയവും വേണ്ട എന്നാണ്. എത്ര നല്ലൊരു ഉറപ്പിച്ച് പറയുക. അതാണ് ഉദ്ധവോപദേശത്തിൻ്റെയും ഭഗവത്ഗീതയുടെ ഒക്കെ ഗുണം. ഭഗവാൻ എത്ര ക്ലിയറായിട്ടാണ് നമ്മളോട് പറയണേ.
വേറൊന്നും വേണ്ട. സർവാത്മന എന്നെ ശരണാഗതി അടയൂ, സർവാത്മന എന്നെ സ്നേഹിക്കൂ, സർവാത്മന ഭക്തിയോടുകൂടി നിരന്തരം എന്നെ സ്മരിക്കൂ, എല്ലാത്തിലും എൻ്റെ സാന്നിധ്യം കാണൂ. ഇത് മാത്രമേ വേണ്ടൂ എന്നാണ് പറയണതേ, അല്ലേ? അത് അത്ര നന്നായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് വിധി, അതായത് ഇപ്പോൾ ഈ ശ്രുതിയിലും സ്മൃതിയിലും ഒക്കെ പറഞ്ഞ പ്രവൃത്തിയും ഒന്നിനെയും പിന്നെ നോക്കണ്ട, കേൾക്കേണ്ടതിനെയും കേട്ടതിനെയും എല്ലാം മറന്നോളൂ. എന്നിട്ട് സർവാന്തര്യാമിയായിട്ടുള്ള ഉദ്ധവൻ്റെ ഉള്ളിലും ആത്മാവായിട്ടിരിക്കുന്ന അദ്വിതീയൻ, രണ്ടാമതൊന്നില്ലാത്ത ആ അദ്വിതീയനുമായ എന്നെ സർവാത്മനാ ശരണം പ്രാപിക്കൂ, എന്നാൽ അങ്ങ് സർവഭയങ്ങളിൽ നിന്നും മുക്തനാകും എന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ ശരിക്കും ഗീതയിൽ പറഞ്ഞാൽ അതന്നെ പറഞ്ഞ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച എന്ന് പറഞ്ഞില്ലേ? അതന്നെയാണ് ഈ ഒരു ഇതിലും ഈ 2 ശ്ലോകം കൊണ്ട് ഭഗവാൻ എല്ലാറ്റിലും ഒന്നെന്നെ പറയണേ, ഭഗവാനെ ശരണാഗതി അടയൂ, സർവാത്മനാ ശരണാഗതി അടയൂ. അതാണല്ലോ സാധാരണക്കാർക്ക് ഏറ്റവും എളുപ്പവും. ബാക്കി ഒന്നും ചെയ്യണ്ടെന്ന് പ്രത്യേകം പറയുന്നുണ്ടല്ലോ. എല്ലാത്തിലും ഭഗവത് സാന്നിധ്യം കാണുക, എല്ലാതും ഭഗവാനായിക്കൊണ്ട് ചെയ്യുക, എല്ലാ കാര്യങ്ങൾക്കും ഭഗവാനെ മാത്രം ആശ്രയിക്കുക. കാരണം വേറെ ആരെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. നമുക്ക് നല്ല ഒരു ഉദാഹരണം ഉണ്ടല്ലോ, ഉത്തര ആരെ വിളിച്ച് എന്നെ മൃത്യുന്ന് രക്ഷിക്കാൻ. ബാക്കി എല്ലാവർക്കും മൃത്യുണ്ട്. മൃത്യുവിന് അതീതനായിട്ടുള്ള ഒരാളേ ഉള്ളൂ, മരണമില്ലാത്ത ഒരാളേ ഉള്ളൂ, ജനനമില്ലാത്ത ഒരാളേ ഉള്ളൂ. ആ ആളോട് പറഞ്ഞിട്ടല്ലേ നമ്മളെ മൃത്യുന്ന് രക്ഷിക്കാൻ സാധിക്കുള്ളൂ. മൃത്യുന്ന് നമ്മളെ അമൃതത്തിലേക്ക് നയിക്കാൻ വേറെ ആർക്ക് പറ്റും? മൃത്യുള്ള ഒരാൾക്ക് പറ്റുമോ മൃത്യുന്ന് രക്ഷിക്കാൻ? ഇല്ല. മരണത്തിന് അതീതനായിട്ടുള്ള ഭഗവാനെയാണ് ഉത്തര പോയത്. അതുപോലെ തന്നെയാണ് ഭഗവാൻ പറയണത്, എന്നിൽ ശരണാഗതി അടഞ്ഞോളൂ, ഒന്നും പേടിക്കണ്ടെന്ന്. അപ്പം നമുക്ക് 14ഉം 15ഉം വായിച്ച് നിർത്താം. തസ്മാത്വം ഉദ്ധവോത്സൃജ്യ ചോദനാം പ്രതിചോദനാം പ്രവൃത്തം ച നിവൃത്തം ച ശ്രോതവ്യം ശ്രുതമേവ ച മാമേകമേവ ശരണമാത്മാനം സർവദേഹിനാം യാഹി സർവാത്മഭാവേന മയാസ്യാഹ്യകുതോ ഭയ. പിന്നെ ഭയമില്ല, ഭയരഹിതനായിട്ട് തീരും എന്നെ സർവാത്മന ശരണം പ്രാപിച്ചാൽ എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നിവിടെ നിർത്താം. വളരെ നല്ല, നമുക്കൊക്കെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കണേ, ഭഗവത് സാന്നിധ്യം എല്ലാറ്റിലും കാണാൻ സാധിക്കണേ, എല്ലാ കർമ്മങ്ങളും ഭഗവതർപ്പണമായിട്ട് ചെയ്യാൻ സാധിക്കണേ, ഭഗവാനെ സർവാത്മന സ്നേഹിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ച് നമുക്കിന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.